ദുരന്തർ സിനിമ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഭയങ്കര ബോക്സ് ഓഫീസാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷേ അതിനകത്തുള്ള ഈ പാട്ട് ഫ്ലിപ്പറാച്ചി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു കൊല്ലം മുമ്പേ എങ്ങാണ്ട് ഇറക്കിയ ഒരു പാട്ടാണ്. ആ പാട്ടും ഈ സിനിമയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പാട്ട് നമ്മുടെ നാട്ടിലെ ജെൻസി കിഡ്സിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം കണ്ട തൊപ്പിയും പിന്നെ കുറേ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട്, ആർട്ടിസ്റ്റിൻ്റെ പേരൊക്കെ എനിക്ക് മറന്നുപോയി. ഞാൻ എൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ആരൊക്കെ എപ്പോഴൊക്കെ കോപ്പറേറ്റ് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും സിങ്ക് ആവുന്നില്ലേ? എനിക്ക് ഫുള്ളായിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി പ്ലേ ചെയ്യണമെന്നുണ്ട്, പക്ഷേ പറ്റില്ല. കോപ്പറേറ്റ് അടിച്ച് പണ്ടാറടങ്ങി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ സംഭവം ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതിനെ മ്യൂട്ട് അടിച്ചിട്ട് അറബിക് ടച്ചുള്ള ഒരു പാട്ടായിരിക്കണം എന്നേ ഉള്ളൂ. അത് ഒരു ചില പാട്ടുകൾ ഞാൻ വെക്കാം. നമ്മുടെ നീരജ് മാധവിൻ്റെ പാട്ട് പോലും സിങ്ക് ആവും. അത് ഞാൻ വെക്കുന്നുണ്ട്, കേട്ട് നോക്കും. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഹിന്ദി സിനിമയ്ക്ക് മലയാളം പാട്ട് വെക്കണമെന്നല്ല. പക്ഷേ ആ ദുരന്തർ സിനിമ ആ ബലൂച്ചികളുടെ ജീവിതം കാണിക്കുമ്പോൾ അതിനകത്ത് എവിടുന്നാടോ ഈ ഫ്ലിപ്പറാച്ചി കയറി വന്നു. അവൻ്റെ ഒരു ചില ലിറിക്സ് കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം വരും. ഭയ്യ വാഹദ് കറക്. അതായത് ദുബൈയിലും ഈ ഷാർജ, അല്ലൈൻ, ഉമ്മൽ കോയിൻ, മെയിനായിട്ട് ദുബൈയിൽ ചില ഡി ജെകളുണ്ട്. അവരുമായിട്ടൊക്കെ ലിങ്കൊക്കെയാണ് ഈ ഫ്ലിപ്പറാച്ചി ബഹ്റൈനി എങ്ങാണ്ടാണ്. ഇവന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ കളിയാക്കുക. ഇന്ത്യക്കാർ മൊത്തം മറ്റേ ചായ വയ്ക്കുന്നവരാണ്. ഭയ്യ. കുമാർ എന്ന് പറഞ്ഞാൽ മറ്റേ പാവപ്പെട്ട ഒരു മലയാളിയാണ്, അല്ലെങ്കിൽ രാജു എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ഇന്ത്യനാണ്. ഈ ഒരു കൺസെപ്റ്റാണ് ഇവന്മാർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു തെണ്ടിയുടെ പാട്ട് എന്തിനാണ് ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്ത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഈ പടം എന്ന് പറഞ്ഞാൽ ഇത്രയും വർക്ക് ചെയ്ത് മറ്റേ എയർക്രാഫ്റ്റ് ഹൈജാക്കിംഗ് ഒക്കെ റീക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ ചെയ്തിട്ട് പാർലമെൻറ്റ് അറ്റാക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ഊളയുടെ പാട്ട് കൊണ്ട് വെക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഫുള്ള് മനസ്സിലാക്കിയിട്ടാണ് അവന്മാർ വെച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, വാഹദ് കറക് ഭയ്യ, പോലീസ് കാർ ഭയ്യ. എന്തിനാണ്, എന്താവശ്യത്തിനാണ്? ഒരു ബലൂച്ചിയുടെ ഒരു പാട്ട് വെച്ചാൽ തന്നെ മതി. ബലൂച്ചികൾക്ക് പ്രത്യേകിച്ച് അവന്മാർക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്, അവരുടെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്, ഒരു പ്രത്യേക സ്ലാങ്ങിലുള്ള ഒരു പാട്ടുകളുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു അറബിക് ടച്ചായിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും സംഭവം ഒക്കെ ആയിരുന്നു. അല്ലാതെ ഈ റാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേറെ എങ്ങും ഇല്ല, ഇന്ത്യയിൽ എങ്ങും ആരും റാപ്പിന് ആളില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി ഫ്ലിപ്പറാച്ചി എന്ന് പറയുന്ന ഒരു ഏപ്പറാച്ചി അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സ്റ്റാറായി. ഇപ്പോൾ മറ്റേ 5 കോടി വ്യൂ അടിച്ചു. എവിടുന്നാണ്? മറ്റേ കറക്ക് വിൽക്കുന്ന നാട്ടിൽ നിന്നാണേ. കടക് ചായ്, കടക്കെന്ന് പറയാൻ പോലും അറിയില്ലെന്നേ ഈ ഊളകൾക്ക്. ഇവർ കാണിക്കുന്ന ടൈം ലൈൻ പഴയതാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ റാപ്പ് പാട്ടാണ് റഹ്മാൻ ഡക്കൈത്ത് കേട്ട് ഡാൻസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ആ ഏരിയയും ആ പാട്ടും തമ്മിൽ ഒരു സിങ്കും ഇല്ല. പക്ഷേ ആ പാട്ടാണ് ഏറ്റവും വലിയ ഹിറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഉണ്ടാക്കിയ ഒരു സിനിമ അത്ര പെർഫെക്റ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പാട്ട് ഹിറ്റായത്. ആ പടം ഹിറ്റായത് ഈ പാട്ട് കൊണ്ടല്ല, ആ പാട്ട് ഹിറ്റായത് ഈ പടം കൊണ്ടാണ്. അതാണ് കഷ്ടം. ഇതിപ്പോൾ സിങ്കായില്ലേ? സിങ്ക് ഇനി കുറേ കാണിക്കാനുണ്ട്, പക്ഷേ കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് അടിക്കാതെ പ്രശ്നം.